Hi dear friends, Rinus ഡയറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. മാങ്ങ അച്ചാർ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ്. ഇതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. മാങ്ങ അച്ചാറിൻ്റെ ഒരു ഫ്ലേവറും ചെറിയൊരു പുളിയും പിന്നെ കുരുമുളകിൻ്റെ ഒരു ചെറിയ എരിവും എല്ലാം കൂടെ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ചടുപടേൻ തയ്യാറാക്കാം. പിന്നെ ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനു വേണ്ടി അച്ചാറിലെ മാങ്ങാ കഷ്ണങ്ങൾ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. കഷ്ണങ്ങൾ മാത്രം എടുത്താൽ മതി. ഒരു ഇത്തിരി അച്ചാറൊക്കെ ആയി നിർത്തി കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ബൗള് മാങ്ങാ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുള്ളവർ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പൊടിച്ച ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. നല്ല സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകിയെടുത്ത ചിക്കൻ്റെ പീസസ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല മിക്സ് ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. എന്നാലേ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂറോളൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ആ അച്ചാറിൻ്റെ ഒക്കെ ഫ്ലേവർ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കുള്ളൂ. അല്ലാതെ ഇത് മസാല ചേർത്ത ഉടനെ തന്നെ പൊരിച്ചെടുക്കരുത്. കൂടുതൽ സമയം വെക്കും തോറും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഇനി ഇത് കൂടുതൽ കളർ ഇഷ്ടമുള്ളവർക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളർ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് കളർ ചേർക്കാത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ്റെ പീസസുകൾ ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിനിടയിൽ ഒരല്പം കറിവേപ്പിൻ്റെ ഇലയൂടെ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. ഇതാ കറിവേപ്പിൻ്റെ ഇലയുടെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ടേസ്റ്റും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലൊരു വെറൈറ്റി ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.